എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദേവദാസൻ പ്രസംഗിച്ചിരിക്കുകയാണ്. നമ്മുടെ യേശുക്രിസ്തു ചെറുതായിരുന്നപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് അമ്മയുടെ ഉദരത്തിൽ മറിയയുടെ ഉദരത്തിലാണ് ജന്മം കൊണ്ടത്. അപ്പോൾ അവിടെ മറിയയുടെ മുലപ്പാലും കുടിച്ചല്ല വളർന്നത്, പകരം തൈരും തേനും കുടിച്ചാണ് വളർന്നത് എന്നുള്ളത് അദ്ദേഹം പ്രസംഗിക്കുവാനിടയായി തീർന്നു. അതായത് യേശുക്രിസ്തു മുലപ്പാൽ കുടിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം. പക്ഷേ നമ്മുടെ വിശുദ്ധ ബൈബിളിനകത്ത് അങ്ങനെ അതിനെക്കുറിച്ചൊരു പരാമർശമില്ല. യേശുക്രിസ്തു മുല കുടിച്ചോ കുടിച്ചില്ലയോ എന്നുള്ള പരാമർശങ്ങളൊന്നും അതിനകത്ത് കൊടുത്തിട്ടില്ല, നമ്മളുടെ വിശുദ്ധ ബൈബിളിനകത്ത് കൊടുത്തിട്ടില്ല. പകരം നമ്മൾക്കറിയാം, യേശുക്രിസ്തു മറിയയുടെ ഉദരത്തിൽ ഉരുവായതെങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനാലാണ് മറിയ ഗർഭിണിയായത് എന്നുള്ളത്. എന്ന് വെച്ചാൽ സാധാരണ ഒരു ശിശുവിൻ്റെ ജനനമല്ല, ഒരു ദൈവപുത്രൻ്റെ ജനനമാണല്ലേ. അതുകൊണ്ട് ഒരു നോർമൽ വേയിലല്ല യേശുക്രിസ്തുവിൻ്റെ ജനനം എന്നുള്ളത് നമ്മൾക്കതിനകത്ത് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഈ യേശുക്രിസ്തുവിനെ മറിയ 9 മാസം ഉദരത്തിൽ ചുമന്നതാണല്ലേ. ചുമന്നിട്ടൊരു നോർമൽ ഡെലിവറിയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു യേശുക്രിസ്തുവിന് എന്തായിട്ടും എന്ത് കൊടുത്തിട്ടുണ്ടാകും? മുല കൊടുത്തിട്ടുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്കുള്ള 3.5 വർഷക്കാലത്തെ ജീവിതം നമ്മളെ കാണിച്ചു തരികയാണല്ലേ. എന്ന് വെച്ചാൽ ഒരു വിശ്വാസിക്ക്, ഒരു ക്രിസ്ത്യാനിക്ക് ഒരു ജയജീവിതം ജീവിച്ച് മരിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് ദൈവം നമ്മൾക്ക് കാണിച്ചു തന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ, അതായത് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ ആ നിമിഷം മുതൽ യേശുക്രിസ്തു ആരായിരുന്നിരിക്കണം? ഒരു സാധാ പൈതലിനെ പോലെയാണ് വളർന്നു വന്നത്, അല്ലേ. ഒരു സാധാ മനുഷ്യനെ പോലെയാണ് വളർന്നു വന്നത്. ഓക്കെ, അപ്പോൾ ദൈവപുത്രനാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. എന്നാൽ നമ്മളുടെ മുൻപിൽ ജീവിച്ച് കാണിച്ചത് ഒരു സാധാ മനുഷ്യനെ പോലെയാണ് ജീവിച്ച് കാണിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അദ്ദേഹം യേശുക്രിസ്തുവിന് മറിയ എന്ത് കൊടുത്തിട്ടുണ്ടാകും? മുലപ്പാൽ കൊടുത്തിട്ടുണ്ടാകും. ഇല്ല എങ്കിൽ ദൈവം മറിയയോട് കാണിക്കുന്ന ഒരു ചതിയാണെന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയേണ്ടി വരും. കാരണം ആ മറിയയെ സംബന്ധിച്ചിടത്തോളം, മറിയ എന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു 9 മാസം ഉദരത്തിൽ വഹിച്ചതാണല്ലേ. ആ കുഞ്ഞ് പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ ഒരു അമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്, ഒരു അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. എന്താണ്? സ്വന്തം ഉദരത്തിൽ ചുമന്ന കുഞ്ഞിനെ മുലയൂട്ടുക എന്നുള്ളത് ഒരു അമ്മയുടെ അവകാശമാണല്ലേ. ആ അവകാശത്തെ ദൈവം നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കൊടുത്തിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ നമ്മൾക്ക് കാണാം, ആൾക്കൂട്ടത്തിൽ നിന്നൊരു സ്ത്രീ യേശുക്രിസ്തുവിനോട് വിളിച്ചു പറയുന്നുണ്ട്, നിന്നെ ചുവന്ന ഉദരവും നിന്നെ മുലയൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവയെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവിടെ. അപ്പോൾ അത് കേട്ടപ്പോൾ യേശുക്രിസ്തു തിരിച്ചവരോട്, ഇല്ല സ്ത്രീയെ, ഞാൻ മുല കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല, അതിനെ തിരുത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ അത് ഒരു പക്ഷേ യേശുക്രിസ്തു മുല കുടിച്ചിട്ടുണ്ടാകും എന്നുള്ളൊരു അനുമാനത്തിലേക്ക് വേണമെങ്കിൽ നമ്മൾക്ക് എത്തപ്പെടാം. ഓക്കെ, ഇനി രണ്ടാമത് എന്താണ്? നമ്മളുടെ യേശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ശിശു നന്മയും തിന്മയും തിരഞ്ഞെടുക്കുവാൻ പ്രായമാകുന്നിടം വരെ എന്താണ്? തൈരും നമ്മുടെ തേനും കൊണ്ട് ഉപജീവനം കഴിക്കുമെന്നും കൂടെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് തൈരും തേനും എന്ന് പറയുന്നത് സോളിഡ് ഫുഡാണല്ലേ. അപ്പോൾ നമ്മൾക്കൊരു നോർമലായിട്ട് നമ്മൾക്ക് നോക്കിയാൽ, ഒരു ജനിച്ചു വീണ ഒരു പൈതലിന് ഒരു കാരണവശാലും എന്ത് കൊടുക്കുവാൻ പാടില്ല? സോളിഡായിട്ടുള്ള ഫുഡുകൾ നമ്മൾ കൊടുക്കത്തില്ല, അല്ലേ. മുലപ്പാൽ ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഫോർമുലയൊക്കെയാണ് ഇന്നത്തെ കാലത്ത് കൊടുക്കുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ മുല കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ സോളിഡ് ഫുഡ് കഴിക്കുന്ന സമയത്ത് തൈരും തേനും എന്നായിരിക്കും വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത് നമ്മുടെ സ്നാപക യോഹന്നാൻ്റെ ഒരു ചരിത്രത്തിലോട്ട് വരുമ്പോൾ, സ്നാപക യോഹന്നാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്നാപക യോഹന്നാൻ്റെ ഭക്ഷണം കാട്ടുതേനും വെട്ടുക്കിളിയുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം സ്നാപക യോഹന്നാൻ അമ്മയുടെ മുല കുടിച്ചിട്ടില്ല എന്നല്ല. ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു ഭക്ഷണം കഴിക്കേണ്ട ആ ഒരു സമയത്ത് അദ്ദേഹം അതുകൊണ്ടാണ് ഉപജീവനം കഴിച്ചത് എന്നുള്ളതാണ് നമ്മൾക്കതിനകത്ത് കാണുവാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗം വായിച്ചതുകൊണ്ട്, അതായത് തൈരും തേനും കൊണ്ടാണ് യേശുക്രിസ്തു ഉപജീവനം കഴിച്ചത് എന്നുള്ളത് നമ്മൾ അതിനകത്ത് വായിക്കുമ്പോൾ, യേശുക്രിസ്തു മുല കുടിച്ചിട്ടില്ല എന്ന് നമ്മൾക്കതിനകത്ത് പറയുവാനായിട്ട് കഴിയത്തില്ല. ഇനി ഇത് രണ്ടുമെല്ലാം അവിടെ നിൽക്കട്ടെ. യേശുക്രിസ്തു മുല കുടിച്ചാലും ശരി, മുല കുടിച്ചില്ലെങ്കിലും ശരി, അത് നമ്മളുടെ മാറ്ററല്ല, അല്ലേ. അത് നമ്മളുടെ വിഷയമല്ല. കാരണം യേശുക്രിസ്തു എന്ത് കഴിച്ചു എന്ത് കഴിച്ചില്ല എന്നുള്ളതല്ല നമ്മുടെ വിഷയം, അല്ലേ. 33.5 വർഷം നമ്മളുടെ മുൻപിൽ ജീവിച്ച് കാണിച്ചു തന്നു, അല്ലേ. അതിനകത്ത് 3.5 വർഷമാണ് പരസ്യ ജീവിതം. ആ പരസ്യ ജീവിതത്തിൽ നമ്മളുടെ മുൻപിൽ കാണിച്ചു തന്നു എന്താണ് സ്നേഹം, എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ജീവിതം നമ്മളുടെ മുൻപിൽ കാണിച്ചു തന്നു. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ജയിച്ചു, അല്ലേ. ആ ഒരു ജീവിതം, ഒരു നോർമൽ മനുഷ്യൻ്റെ ജീവിതം ജയിച്ച് കാണിച്ചു തന്നു. ലോകത്തിൻ്റെ കറ പുരളാതെ ദൈവം എന്ത് ചെയ്തു? ജീവിച്ച് നമ്മളുടെ മുൻപിൽ കാണിച്ചു
കാണിച്ചു തന്നപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? വഴിയും സത്യവും ജീവനുമായ ദൈവത്തിൻ്റെ പാത പിന്തുടരാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പം നമ്മൾ എന്ത് നോക്കിയാൽ മതി? നമ്മൾ അത് നോക്കിയാൽ മതി. ദൈവം നമ്മളോട് പറഞ്ഞ വചനം, നമ്മളോട് എങ്ങനെയാണ് ജീവിക്കുവാൻ പറഞ്ഞത്, നമ്മുടെ മുൻപിൽ കാണിച്ചു തന്നത്, ആ ഒരു കാര്യം മാത്രം നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ അല്ലേ? അതിലപ്പുറത്തോട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾക്ക് വ്യക്തതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട. എനിക്ക് തോന്നുന്നു ദൈവം നമ്മളെ കഴിഞ്ഞൊക്കെ അറിവും വിവരവും വിജ്ഞാനവും എല്ലാം ഉള്ള ദൈവമാണല്ലേ? സർവജ്ഞാനിയായ ദൈവമാണ്. അപ്പോൾ ദൈവത്തിന് അറിയാം ഒരു വിശ്വാസിക്ക് ജീവിക്കുവാൻ എന്താണ് വേണ്ടുന്നത് എന്നുള്ളത് അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ചുരുക്കം തന്നെയാണ് എന്ത് വിശുദ്ധ ബൈബിളിനകത്ത് നമ്മൾക്ക് തന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ആ വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് മുഴുവനും ഗ്രഹിക്കുവാൻ പോലും നമ്മൾക്ക് സാധിക്കുന്നില്ല അല്ലേ? നമ്മൾ ചിലപ്പോൾ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും നമ്മൾ പല പ്രാവശ്യം വായിച്ചു വിട്ട ഒരു വചനത്തിൻ്റെ ഒരു ശരിക്കും ആത്മീയ അർത്ഥം നമ്മൾക്ക് വെളിപ്പെടുന്നത് അല്ലേ? കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് വെളിപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾക്ക് എന്തുണ്ട്? അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എ തൊട്ട് ഇസഡ് വരെ ഒരു എന്താ പറയുക സംശയത്തിനും ഇട കൊടുക്കാതെ എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതാണ് വിശുദ്ധ യോഹന്നാൻ അപ്പസ്തോലൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. യോഹന്നാനും അത് തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് എഴുതിയതല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ളതേ വിശുദ്ധ ബൈബിളിനകത്ത് നമ്മൾക്ക് തന്നിട്ടുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത ആർഗ്യുമെൻറ്റ്സിനകത്തോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പ്രത്യേകിച്ച് ബൈബിൾ വെച്ചിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത ആർഗ്യുമെൻറ്റ്സ് നടത്താതിരിക്കുക. കാരണം ഈ ക്രിസ്ത്യാനികൾക്കും അപ്പുറം കുറച്ച് ആൾക്കാരുണ്ടല്ലേ, കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മുൻപിലേക്ക് ഇതെന്തുവാണ്, ഇവർക്ക് തന്നെ ഒരു അറിവില്ല, ഇവരെന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നതെന്ന് അവർ പറയാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. കാരണം നമ്മളുടെ ഉദ്ദേശം എന്താണ്? നമ്മളറിഞ്ഞ സത്യം, നമ്മളറിഞ്ഞ ആ ഒരു എന്താ പറയുക ദൈവത്തിൻ്റെ ആ ഒരു വചനം അത് മറ്റുള്ളവരിലേക്കും എത്തണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ അവർക്ക് കൺഫ്യൂസ്ഡ്, അതായത് നമ്മളുടെ വചനം, നമ്മളുടെ വിശുദ്ധ ബൈബിൾ ഒരു കൺഫ്യൂഷൻ നിറയ്ക്കുന്ന പുസ്തകമാണ് എന്ന് നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യാതിരിക്കുക. കാരണം ദൈവത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള എല്ലാ ഉത്തരവും അതിനകത്തുണ്ട് കേട്ടോ. നമ്മളുടെ ഓരോ സംശയങ്ങൾക്കുള്ള ഉത്തരം അതിനകത്തുണ്ട്. ദൈവം നമ്മൾക്കത് പറഞ്ഞു തരിക തന്നെ ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. നമ്മൾക്ക് എന്ത് ഡൗട്ടുണ്ടോ ഈ വിശുദ്ധ ബൈബിളിനെ കുറിച്ചോ ദൈവത്തിനെ കുറിച്ചോ ഒക്കെ നമ്മൾക്ക് എന്ത് ഡൗട്ടുണ്ടോ അത് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നിരുന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളുടെ എല്ലാ സംശയങ്ങളും തീരത്തക്കവണ്ണമുള്ള മറുപടി ദൈവം നമ്മൾക്ക് തരും. അത് മറ്റൊരാളിലൂടെ അല്ല നമ്മൾക്ക് തരുന്നത്, നമ്മളോട് തന്നെ ദൈവം സംസാരിക്കും. ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾക്കത് വെളിപ്പെടുത്തി തരും. അത് നമ്മൾക്ക് തൃപ്തിയാകുന്ന വിധത്തിൽ ദൈവം നമ്മൾക്കതിൻ്റെ മറുപടി തരും എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ വചനത്തെ ചൊല്ലിയുള്ള ആർഗ്യുമെൻറ്റ്സിലോട്ട് പോകാതിരിക്കുക. കാരണം യേശുക്രിസ്തു മുല കുടിച്ചോ മുല കുടിച്ചില്ലയോ എന്നുള്ളത് നമ്മളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ മാനദണ്ഡമല്ല അല്ലേ? കാരണം 33.5 വർഷം യേശുക്രിസ്തു ജയിച്ച് ജീവിച്ച് കാണിച്ചതൊന്നും അല്ലേ ലോകത്തിൻ്റെ ഒരു മാലിന്യങ്ങളും പറ്റാതെ. എന്നാൽ യേശുക്രിസ്തുവിന് എന്തുണ്ടായിട്ടുണ്ട്? ടെംപ്റ്റേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾക്ക് കാണാം. യേശുക്രിസ്തുവിൻ്റെ അടുത്ത് പിശാച് വന്നു അല്ലേ? പിശാച് വന്നിട്ട് 40 ദിവസം യേശുക്രിസ്തു ഉപവസിച്ചുകൊണ്ടിരുന്ന ആ മലയുടെ അവിടെ എന്താണ്? പിശാച് വന്നു. മരുഭൂമിയിൽ ആര് വന്നു? പിശാച് വന്നു. പിശാച് വന്നിട്ട് യേശുക്രിസ്തുവിനോട് എന്തൊക്കെ പ്രലോഭനങ്ങൾ കൊടുത്തു. പക്ഷേ അവിടെ ഒന്നും യേശുക്രിസ്തു എന്താണ്? യേശുക്രിസ്തു എന്താണ്? പിശാചെ വിട്ടുമാറി എന്നൊന്നും അല്ല പറഞ്ഞത്. യേശുക്രിസ്തു എന്തുകൊണ്ടാണ്? വചനം കൊണ്ട് പിശാചിനെ ജയിച്ചു എന്നുള്ളതാണ് നമ്മൾക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഏതിനെയും ജയിക്കുവാൻ, ഏത് ആർഗ്യുമെൻറ്റ്സിനെയും ജയിക്കുവാൻ, ഏത് സംശയങ്ങളെയും ജയിക്കുവാൻ, അല്ലെങ്കിൽ എന്തിനോട് നമ്മൾക്ക് ജയിക്കുവാൻ നമ്മളുടെ വിശുദ്ധ ബൈബിള് നമ്മളുടെ മുൻപിലുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തുനിന്ന് തന്നെ നമ്മൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. ഇനി രണ്ടാമത് എനിക്കൊന്ന് പറയാനുള്ളത്, പാസ്റ്റർമാരെ ഉപദേശിക്കാനൊന്നും ഞാൻ ആളല്ല, എന്നാലും ഞാൻ പറയുകയാണ്. ഇന്നത്തെ കാലത്ത് നമ്മളുടെ എന്താ പറയുക സുവിശേഷ പ്രഘോഷണ വേദികളിലും കൺവെൻഷൻ സ്റ്റേജുകളിലൊക്കെ നമ്മൾക്ക് കാണുന്നത് എല്ലാവരും പാസ്റ്റർമാർ പ്രത്യേകിച്ച് പ്രസംഗകരെന്താണ് വ്യത്യസ്തരാകാൻ ശ്രമിക്കുകയാണ്. വ്യത്യസ്തരാകാൻ ശ്രമിക്കുമ്പോൾ വ്യത്യസ്തമായ വെളിപ്പാടുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരാറുണ്ട്. അതിനകത്ത് പകുതിയും ചീറ്റി പോകാറാണ് പതിവ്. ചിലത് നല്ല ദൈവകൃപയിൽ ശുശ്രൂഷിക്കുന്നവരുമുണ്ട്, എന്നാൽ ചിലതൊക്കെ ചീറ്റി പോകാനും ഇടയാകാറുണ്ട്. ഒന്ന് നമ്മൾ ഓർക്കുക, സോഷ്യൽ മീഡിയ ഇന്ന് വിശാലമാണല്ലേ. ജനങ്ങൾക്കൊക്കെ ഇന്ന് ബോധമുണ്ട്, വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ആൾക്കാർക്ക് ബൈബിളിനെ കുറിച്ചുള്ള ജ്ഞാനവും പരിജ്ഞാനവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ശുശ്രൂഷകൾക്ക് പോകുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച്, ദൈവമേ ഇന്ന് ആ സഭയ്ക്ക് വേണ്ടുന്നത്, അല്ലെങ്കിൽ ഇന്ന് ആ കൺവെൻഷന് വേണ്ടുന്നത്, ദൈവമേ അങ്ങനോടൊന്ന് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ ദൈവസന്നിധിയിൽ ഒന്ന് ആത്മതപനത്തോടെ ഇരുന്നാൽ ദൈവം നമ്മളോട് വചനം സംസാരിക്കും. ആ വചനം അത് വേറൊരാൾ പറഞ്ഞതോ പറയാത്തതൊന്നുമല്ല. അവിടെ വരുന്ന ഒരാൾക്കോ രണ്ടാൾക്കോ അല്ലെങ്കിൽ ആ ഒരു ഇരിക്കുന്ന ആ കൂട്ടത്തിന് മുഴുവൻ തൃപ്തിയാകുന്ന വിധത്തിൽ വിളമ്പുവാൻ ദൈവം നമ്മളുടെ കയ്യിൽ തന്നു വിടും എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. പകരം നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മളെ പുകഴ്ത്തുവാൻ, അല്ലെങ്കിൽ നമ്മൾ വലിയ വ്യത്യസ്തരാണ്, ആ ദേവദാസൻ അതിനുവേണ്ടി ചെയ്തതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഒരു വ്യത്യസ്തരാകുവാൻ, അല്ലെങ്കിൽ ഒരു വ്യത്യസ്ത ഉപദേശം കൊടുക്കണം എന്നുള്ള ചിന്ത മാറ്റി വെച്ചിട്ട് യേശുക്രിസ്തു എന്താണ് ചെയ്തത്? 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയല്ലേ എന്ന് വെച്ചാൽ ഇച്ചിരിയേ നമ്മളുടെ കയ്യിലുള്ളൂ എങ്കിൽ അത് നമ്മൾ വിളമ്പുമ്പോൾ എന്ത് ചെയ്യും? അതിനെ വർദ്ധിപ്പിച്ചു തരുവാൻ ദൈവം ശക്തനാണ്.
ദൈവമാണെന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അതുകൊണ്ട് ഓരോ കൺവെൻഷനുകൾക്ക് പോകുമ്പോൾ, ഓരോ സഭ ആരാധനകൾക്ക് പോകുമ്പോൾ, ഏതിന് പോകുമ്പോഴും ദേവദാസന്മാർ വചനം പ്രസംഗിക്കുന്നവർ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് ദൈവം ഏൽപ്പിക്കുന്നത് വിളമ്പുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആർഗ്യുമെൻസുകൾക്ക് ഇടമുണ്ടാകത്തില്ല എന്നുള്ള കാര്യം കൂടെ ഞാനൊന്ന് പറയുകയാണ്. എനിക്ക് സദാവിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് വേണ്ടത് എല്ലാത്തിൻ്റെയും ഉത്തരം വചനത്തിലുണ്ട്. നമ്മൾ അറിയുവാൻ ശ്രമിക്കണം കേട്ടോ. അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് ചെല്ലണം, വചനത്തിലൂടെ നമ്മൾ അന്വേഷിച്ച് ചെല്ലണം. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾക്ക് വേണ്ടത് എല്ലാത്തിൻ്റെയും മറുപടി അതിനകത്തുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.